ഹലോ എവരിവൺ, ഞാൻ നിങ്ങളുടെ സ്വന്തം അരുൺ ചുള്ളിക്കാരൻസിൻ്റെ ബ്ലോഗിലെ നെക്സ്റ്റ് എപ്പിസോഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഒരു വെസലിലാണ്, ഷിപ്പിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഓരോ ഷിപ്പുകളും അതിൻ്റെ പർപ്പസുകളും വ്യത്യസ്തമായിരിക്കും. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് റൂമും സ്റ്റിയറിംഗ് പാനലും സ്റ്റിയറിംഗ് വീലും എല്ലാം വ്യത്യസ്തമായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 30,000 GRT, അതായത് ഒരു വെസലിൻ്റെ ഗ്രോസ് റേറ്റ് ടണ്ണേജ് വെച്ചിട്ടാണ് ഒരു വെസൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെസലിൻ്റെ സൈസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 30,000 GRT. ആ GRT വെസലിൻ്റെ സ്റ്റിയറിംഗ് പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റിയറിംഗ് പ്ലാറ്റ്ഫോമിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്യേണ്ട രീതികളും സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് ബ്ലാക്ക് കളറിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് സ്റ്റിയറിംഗ് വീലാണ്. ആ സ്റ്റിയറിംഗ് വീല് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മിഡ്ഷിപ്പ് മുതൽ ഇടത്തെ സൈഡിലേക്ക് ഹാർഡ് പോർട്ട് വരെയും റൈറ്റ് സൈഡിലേക്ക് ഹാർഡ് സ്റ്റാർബോർഡ് വരെയുമാണ് ഉള്ളത്. ഇത് ജാരോ കോമ്പസ് ആണ്, അതായത് 360 ഡിഗ്രിയിലാണ് ജാരോ കോമ്പസ് വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിൻ്റെ വീല് നമ്മൾ തിരിക്കുന്നത് 180 ഡിഗ്രിയിലാണ്. ഷിപ്പ് അതായത് വീല് എപ്പോഴും 180 ഡിഗ്രിയിലാണ് തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സെറ്റപ്പുകളെല്ലാം പോർട്ട് 5, പോർട്ട് 10, പോർട്ട് 15, പോർട്ട് 20, പോർട്ട് 25, പോർട്ട് 30, 35 വരെയാണ് ഉള്ളത്. അതേപോലെ തന്നെ സ്റ്റാർ ബോർഡ് സൈഡിലേക്കും ഇങ്ങനെ തന്നെയാണുള്ളത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പസിൻ്റെ റീഡിങ് കാര്യങ്ങളും നമുക്കവിടെ ഡിജിറ്റലായിട്ടും അതല്ലാതെ ജാരോ കോമ്പസ് വഴി നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ തന്നെ അലാറം സെറ്റ് ചെയ്യാനും അതേമാതിരി തന്നെ ഓരോ വെതർ അനുസരിച്ച് നമുക്ക് അതായത് ഓരോ വെതറിലും നമ്മുടെ വീല് കൺട്രോൾ ചെയ്യാനും അതിൻ്റേതായ ഇതും വ്യത്യാസമുണ്ട്. അതായത് ഒരു ഷിപ്പിന് ഓടിക്കുമ്പോൾ തന്നെ ഷിപ്പിലുള്ള ടണ്ണേജിൻ്റെ അനുസരിച്ച് നമ്മൾ സ്റ്റിയറിംഗ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണം. അതായിരിക്കും നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാനായിട്ട് ഏറ്റവും സുഖം. എപ്പോഴും നമുക്ക് 000 മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിട്ട് വെതർ അതേമാതിരി തന്നെ വെസലിൻ്റെ ടണ്ണേജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയണം. അതല്ല ഷിപ്പ് നമ്മൾ ഫുൾ ടൈം മെയിൻറ്റെയിൻ നിന്നാണ് ഓടിക്കുന്നത്. അതല്ലാണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് സെറ്റപ്പ് ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക് ഇട്ടാൽ നമ്മൾ ഏത് കോഴ്സിലാണ് സെറ്റ് ചെയ്യുന്നത് അതേ കോഴ്സ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ മീറ്ററിലും പിന്നെ അതേമാതിരി താഴെ കാണുന്ന ആ മീറ്ററിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ആ കോഴ്സ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും. അതേമാതിരി തന്നെ ഓരോരോ കാര്യങ്ങൾ എഴുതിച്ചിട്ടുണ്ട്. അതായത് അലാറം പിന്നെ ഇതായത് നമ്മൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് ഇട്ട് ഓടിച്ചാലും നമുക്ക് അതിൽ തന്നെ കൺട്രോൾ ചെയ്യാനും എല്ലാത്തിനും പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വീഡിയോ ആണ്, ഷിപ്പിനെ കുറിച്ചുള്ള ചെറിയ വീഡിയോ ആണ്. എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എല്ലാവരും താഴെ കമൻറ്റിൽ ചോദിക്കുക. എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ അരുൺ ചുള്ളിക്കാരൻ്റെ അടുത്ത വ്ളോഗിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.